ഹലോ ഫ്രണ്ട്സ്, വേൾഡ് ബാങ്കിൻ്റെ ഇന്ത്യയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് കുറച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വൈകുന്നേരം പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇതുപ്രകാരം 2026 സാമ്പത്തിക വർഷം 2027 സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ഗ്രോത്ത് റേറ്റിൽ കുറവുണ്ടാകും എന്നാണ് അനുമാനിക്കുന്നത്. 2027 ശേഷം, അതായത് സാമ്പത്തിക വർഷം 2028 ഗ്രോത്ത് റേറ്റ് വീണ്ടും വളർച്ചാ നിരക്ക് കൂടും എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ സമ്മറിയിൽ പറയുന്നത്. ഇതുപ്രകാരം ഇന്ത്യ 2026 6.3% വർധനവാണ്, അല്ലെങ്കിൽ 6.3% ഗ്രോത്ത് റേറ്റാണ് കാണിക്കാൻ പോകുന്നത്. മുന്നേ പ്രെഡിക്റ്റ് ചെയ്ത, അതായത് ജനുവരിയിൽ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ 40 ബേസിസ് പോയിൻ്റ് കുറവാണ് വേൾഡ് ബാങ്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിൽ പറയുന്നത്. അതുപോലെ 2027 6.5% നിരക്കിൽ ഇന്ത്യ വളരുമെന്നാണ് വേൾഡ് ബാങ്ക് അഭിപ്രായപ്പെടുന്നത്. ഇതും 6.7% ഗ്രോത്ത് റേറ്റാണ് 2027 ജനുവരിയിൽ വേൾഡ് ബാങ്ക് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ 2026 2027 ചെറിയ തോതിൽ, അതായത് ചെറിയ ഒരു ഗ്രോത്ത് റേറ്റ് കുറവുണ്ടാകും ഇന്ത്യയിൽ എന്നാണ് വേൾഡ് ബാങ്ക് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 2026 ഗ്രോത്ത് എസ്റ്റിമേറ്റും മീൻസ് എക്സ്പോർട്ടും ഒക്കെ തന്നെ ഈ ടാരിഫും വേൾഡ് എക്കോണമിക് കണ്ടീഷൻസും പ്രകാരം കുറയാനുള്ള സാധ്യതകളാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. 2026 റൈസിങ് ട്രേഡ് ബാരിയേഴ്സ്, അതായത് പല രാജ്യങ്ങളും താരിഫുകൾ കൊണ്ടും പലതും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിൽ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയുടെ റിക്കവറി, പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഗ്രോത്ത് റേറ്റ് നോക്കുന്ന സമയത്ത് മറ്റ് ലോക എക്കോണമികളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്, ലോക എക്കോണമീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ വളരെ വേഗം വളരുന്ന ഒരു എക്കോണമിയായിട്ടാണ് ഇന്ത്യയെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്ലോബൽ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ഗ്രോത്തും ഏകദേശം 2008 അതായത് റിസിഷന് മുന്നുള്ള ലെവലിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. 2.3% ഗ്രോത്ത് റേറ്റാണ് 2025 പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2025 പ്രധാന പ്രശ്നങ്ങൾ, ലോക എക്കോണമി നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നങ്ങൾ പോളിസി അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ ട്രേഡ് ബാരിയേഴ്സുമാണ്. ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് പല പോളിസി കൺസ്ട്രെയിൻ കൊണ്ട് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതും പറ്റാത്തതും, ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ചൈന US നടക്കുന്ന ടാരിഫ് വാർ, ലോകത്താകമാനമുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ US ചുമത്തിയിരിക്കുന്ന ട്രേഡ് വാർ, ഇതൊക്കെ കൊണ്ടാണ് ഗ്രോത്ത് റേറ്റ് കുറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു 10 ബേസിസ് പോയിൻ്റ് ഉയർച്ച, US ടാരിഫിൽ ഒരു 10 ബേസിസ് പോയിൻ്റ് ഉയർച്ച വരികയാണെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ മുകളിൽ 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവുണ്ടാകും ഗ്ലോബൽ ഗ്രോത്ത് റേറ്റിൽ എന്നാണ് US മീൻസ് ഈ ഒരു വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ചൈന US ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലണ്ടനിൽ. എന്തായിരിക്കും അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് വേൾഡ് മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് യൂട്യൂബ് ചാനൽ ട്യൂൺ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ വഴി ഞങ്ങളോട്